പാളയം റോഡ് വീതി കൂട്ടാൻ നടക്കുന്ന സർവേ നടപടികൾ പുനഃപരിശോധിക്കണമെന്ന് നാട്ടുകാർ. പടിഞ്ഞാറെ ചെറുകുന്നം കയ്യാണിത്തോട് മുതൽ ചെറുകുന്നം കനാൽ പാലം വരെയുള്ള ഭാഗത്തെ പുറമ്പോക്ക് അളന്ന് തിട്ടപ്പെടുത്തണമെന്നാണ് പ്രദേശവാസികളുടെ നിർദ്ദേശം. ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അധികൃതരെത്തി സ്ഥലം അളന്നു. ആലുവ മൂന്നാർ റോഡിൽ 4 വരി പാത നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി അശമനൂർ പഞ്ചായത്തിന്റെ അതിർത്തിയായ പടിഞ്ഞാറെ ചെറുകുന്നം കയ്യാണിത്തോട് മുതൽ ചെറുകുന്നം കനാൽ പാലം വരെയുള്ള ഭൂമി ഉദ്യോഗസ്ഥർ വീണ്ടും അളന്ന് തിട്ടപ്പെടുത്തി. പ്രദേശവാസികളായ 11ഓളം പേർ ഒപ്പിട്ട് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോടതി നിർദ്ദേശപ്രകാരമായിരുന്നു നടപടി. റോഡിനായി പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്തിട്ടുള്ള സ്ഥലത്തിന്റെ അതിർത്തി നിർണയ സർവേ ആണിത്. കോടതി നിർദ്ദേശപ്രകാരം റോഡിന്റെ ഇരുവശത്തുമുള്ള പുറമ്പോക്ക് തിട്ടപ്പെടുത്തുന്നതിനാണ് ഈ സർവേ. പടിഞ്ഞാറെ ചെറുകുന്നം കയ്യാണിത്തോട് മുതൽ ചെറുകുന്നം കനാൽ പാലം വരെ ഏരിയൽ സർവേ പ്രകാരം 23 വീടും 41 പേരുടെ സ്ഥലവും KRFB അളന്ന് തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. നിലവിലുള്ള റോഡിന് ആവറേജ് 20 മീറ്റർ വീതിയിൽ സ്ഥലം ഏറ്റെടുത്തതായി സൂചനയുണ്ട്. ഈ സ്ഥലം ഉപയോഗപ്പെടുത്താതെയാണ് പുതിയ അലൈൻമെന്റ് നിർദ്ദേശിച്ചിട്ടുള്ളതെന്ന് നാട്ടുകാർ പറയുന്നു. ഇത്തരത്തിൽ സ്ഥലം ഏറ്റെടുക്കുന്നതിലൂടെ സർക്കാരിന് ഭീമമായ നഷ്ടം വരുമെന്നാണ് നിഗമനം. സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാകുന്നതോടൊപ്പം റോഡിൽ പുതിയ വളവുകൾ സൃഷ്ടിക്കപ്പെടുമെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. നിലവിലുള്ള ആലുവ മൂന്നാർ റോഡ് 4 വരി പാതയാക്കുന്നതിൻ്റെ ഭാഗമായി നിലവിലുള്ള റോഡിൻ്റെ കോടതി നിർദ്ദേശപ്രകാരം ഇരുവശവും പുറമ്പോക്ക് അളന്ന് തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിലുള്ള റോഡിൻ്റെ 2 വളവുകൾ നിർത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ബൈപ്പാസ് റോഡ് ആലോചനയിലുള്ളത്. ബൈപ്പാസ് റോഡിൽ കൂടെ പുതിയ റോഡ് വന്നു കഴിഞ്ഞാൽ 23 വീടും 41 സ്ഥലവും നഷ്ടപ്പെടും. നിലവിലുള്ള റോഡ് വീതി കൂട്ടി പോയി കഴിഞ്ഞാൽ ഇതിൽ സർക്കാരിന് വളരെ ചെലവ് കുറവായിരിക്കും. 2 വളവുകൾ നിവർത്തുന്നതിന് ആവശ്യമായ സ്ഥലം 2 വളവുകളിലും ഉണ്ട്. റോഡ് ഫണ്ടിൻ്റെ ടീം വന്ന് അളന്ന് 2 വളവും റോഡിൽ കൂടി 23 മീറ്റർ വീതിക്ക് റോഡ് വരുമ്പോൾ റോഡിൽ കൂടി പോകും എന്നാണ് കിഫ്ബിക്ക് റിപ്പോർട്ട് കൊടുത്തതായി അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നിലവിലുള്ള റോഡിൽ കൂടി പുതിയ 4 വരിപ്പാത വന്നു കഴിഞ്ഞാൽ ഇത്രയും സർക്കാരിന് ബൈപ്പാസ് റോഡിലുള്ള ചെലവ് വളരെ കുറവായിരിക്കും. വീടുകളുടെ എണ്ണവും സ്ഥലവും പോകുന്നത് വളരെ കുറവായിരിക്കും. ബൈപ്പാസ് റോഡിൽ കൂടി പോയി കഴിഞ്ഞാൽ വളവുകൾ കൂടി സർക്കാരിൻ്റെ ചെലവുകളും വർധനവും ഉണ്ടാവും. നിലവിൽ താലൂക്ക് സർവേയറും PWDയും KRFയും സംയുക്തമായിട്ട് നിലവിലുള്ള പുറമ്പോക്കിൻ്റെ ഇരുവശവും അളന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിലുള്ള റോഡിൽ കൂടി പുതിയ അലൈൻമെൻറ്റ് വരികയാണെങ്കിൽ അതാണ് സർക്കാരിന് വലിയ ലാഭം. ചെറുകുന്ന നിവാസികളുടെ ആഗ്രഹവും അതാണ്. ചെറുകുന്ന റെസിഡൻസ് അസോസിയേഷൻ ഒന്നാം വാർഡ് അടിയന്തര ഗ്രാമസഭ വിളിച്ചുകൂട്ടി നിലവിലുള്ള റോഡിൽ കൂടി അലൈൻമെൻറ്റ് പോകുന്നതിന് എല്ലാവരും സമ്മതിച്ച് ഒപ്പിട്ട് തന്നിട്ടുള്ളതാണ്. നിലവിലുള്ള സ്ഥലവും റോഡും ഉപയോഗപ്പെടുത്തിയാൽ ഏറ്റെടുക്കുന്ന സ്ഥലത്തിന്റെ വിസ്തീർണം കുറച്ച് റോഡിന്റെ വീതി കൂട്ടി അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി സാമ്പത്തിക ബാധ്യതകൾ ഗണ്യമായി കുറയ്ക്കാമെന്നാണ് ജനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം. ഇത് പരിഗണിച്ചാണ് കോടതി നിർദ്ദേശപ്രകാരം ഉദ്യോഗസ്ഥർ സ്ഥലപരിശോധന നടത്തിയത്. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.